നമസ്കാരം, ചാനൽ 91 ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് മറ്റെങ്ങുമില്ലാത്ത വൈദ്യുതി നിരക്ക് ഈടാക്കി കേരളത്തിലെ ഉപഭോക്താക്കളെ പിഴിയുന്ന വൈദ്യുതി ബോർഡ് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കുന്നതിന്റെ പേരിൽ വീണ്ടും ഉപഭോക്താക്കളെ കൊള്ളയടിക്കാൻ ഒരുങ്ങുകയാണ്. സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്ന് കോടികളുടെ സബ്സിഡി ലഭിക്കുമെങ്കിലും അതുപേക്ഷിച്ച് സ്വന്തം ചിലവിൽ നടപ്പിലാക്കുമ്പോൾ അതിന്റെ ഭാരം കൂടി സാധാരണ ഉപഭോക്താക്കളാണ് താങ്ങേണ്ടി വരുന്നത്. കേന്ദ്രം ആവശ്യത്തിന് ധനസഹായം നൽകാതെ കേരളത്തെ ഞെരുക്കുന്നു എന്ന് നിരന്തരം പറയുന്ന കേരള സർക്കാർ അർഹമായ കേന്ദ്ര സബ്സിഡി പോലും വേണ്ട എന്ന് വെച്ച് സ്വന്തം നിലയിൽ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കാൻ ഒരുങ്ങുന്നതിന് പിന്നിൽ എന്ത് എന്ന ചോദ്യമാണ് ഉയർന്നത്. 2021 കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ രാജ്യത്തെ വൈദ്യുതി മേഖലയുടെ ആധുനികവൽക്കരണത്തിനും നവീകരണത്തിനുമായി 3.5 ലക്ഷം കോടിയുടെ പദ്ധതിക്ക് തുക വകയിരുത്തിയിരുന്നു. രാജ്യത്തെങ്ങും വൈദ്യുതി വിതരണത്തിന് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പിലാക്കുന്നത് അടക്കമുള്ള നവീകരണമാണ് റിവാംപ്ഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സ്കീം എന്ന പേരിൽ ലക്ഷ്യമിട്ടത്. കേന്ദ്രം നിർദ്ദേശിക്കുന്ന മാതൃകയിൽ പദ്ധതി നടപ്പിലാക്കിയാലേ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സബ്സിഡി ലഭിക്കുകയുള്ളൂ. അതനുസരിച്ച് കേരളത്തിന് 4000 കോടിയിലധികം തുക ലഭിക്കും. സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കാൻ 15% തുക ഗ്രാന്റായും ലഭിക്കുമായിരുന്നു. കരാർ കമ്പനി മുഴുവൻ തുകയും ചെലവഴിച്ച് മീറ്റർ സ്ഥാപിച്ച് 5 വർഷം പരിപാലിക്കുകയും ചിലവ് തുകകെടുക്കളായി തിരിച്ചുപിടിക്കുകയും ചെയ്യുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചർ മാതൃകയാണ് കേന്ദ്രം നിർദ്ദേശിച്ചത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഇത് അംഗീകരിച്ചപ്പോൾ കേരളം മാത്രം അത് എതിർത്തു. ടോട്ടക്സ് രീതി എന്ന കേന്ദ്ര നിർദ്ദേശത്തെ CPM പോളിറ്റ് ബ്യൂറോയും വൈദ്യുതി ബോർഡിലെ പ്രധാന യൂണിയനുകളും എതിർക്കുകയായിരുന്നു. കേന്ദ്രം ഇത് അംഗീകരിക്കാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ കേരളത്തിൽ പദ്ധതി നടപ്പാക്കുന്നത് നീണ്ടുപോകുകയായി. 2025 ഡിസംബറിനകം പദ്ധതി നടപ്പാക്കിയിരിക്കണം എന്ന കേന്ദ്രത്തിന്റെ നിബന്ധനയുണ്ട്. വൈദ്യുതി ബോർഡ് കേരള സർക്കാരിന്റെ കീഴിലുള്ള സ്ഥാപനമായതിനാൽ തന്നെ കേന്ദ്രം കടുംപിടുത്തം ഒഴിവാക്കി ഇപ്പോൾ കേരളത്തിന്റെ ഇഷ്ടപ്രകാരമുള്ള പദ്ധതി നടപ്പിലാക്കാൻ അനുമതി നൽകിയിരിക്കുകയാണ്. അതാണ് ഉപഭോക്താക്കൾക്ക് അധിക ബാധ്യതയാകുന്നത്. കേന്ദ്ര പദ്ധതി തള്ളിക്കളഞ്ഞ കേരളം സ്വന്തമായി സ്മാർട്ട് മീറ്റർ സ്ഥാപിക്കുമ്പോൾ ഉണ്ടാകുന്ന അധിക ബാധ്യത വൈദ്യുതി ബില്ലിലൂടെ പൊതുജനത്തിൽ നിന്ന് ഈടാക്കേണ്ടി വരും. RDS സ്കീം പ്രകാരം 8205 കോടി രൂപയുടെ കേന്ദ്ര സഹായം വൈദ്യുതി മേഖലയുടെ മൊത്തത്തിലുള്ള നവീകരണത്തിനായി കേരളത്തിന് ലഭിക്കുമെങ്കിലും കേന്ദ്ര മാതൃക നടപ്പാക്കാത്തതിനാൽ 15% സബ്സിഡി കേരളത്തിന് ലഭിക്കുകയില്ല. 1226 കോടിയോളം വരുന്ന ഈ തുകയാണ് വൈദ്യുതി ബില്ലിലൂടെ ജനങ്ങളുടെ ചുമലിൽ ആകുന്നത്. സംസ്ഥാനത്ത് ആദ്യഘട്ടമായി 3 ലക്ഷം സ്മാർട്ട് മീറ്ററുകൾ സർക്കാർ സ്ഥാപനങ്ങൾ, വൻകിട വ്യവസായങ്ങൾ, ട്രാൻസ്ഫോമറുകൾ എന്നിവിടങ്ങളിൽ സ്ഥാപിക്കാനാണ് നീക്കം. രണ്ടാം ഘട്ടത്തിലാണ് ഗാർഹിക ഉപഭോക്താക്കൾക്ക് മീറ്റർ സ്ഥാപിക്കുക. ആദ്യഘട്ടത്തിൽ 3 ലക്ഷം മീറ്ററുകൾ സ്ഥാപിക്കാനുള്ള ചിലവ് എല്ലാ ഉപഭോക്താക്കളും വഹിക്കേണ്ടി വരും. കേന്ദ്ര സബ്സിഡി വേണ്ട എന്ന് വെച്ച് സ്വന്തം പദ്ധതി നടപ്പിലാക്കാൻ വെമ്പൽ കൊള്ളുന്ന സംസ്ഥാന വൈദ്യുതി ബോർഡിന്റെയും CPM പോളിറ്റ് ബ്യൂറോയുടെയും കടുംപിടുത്തത്തിന് പിന്നാലെ ഇതിനു പിന്നിലെ ചേതോ വികാരം എന്ത് എന്നത് വൈദ്യുതി ബോർഡുമായി ബന്ധപ്പെട്ടവർ പോലും അന്വേഷിക്കുകയാണ്. കരാറിൽ നിന്ന് വൻതുക കമ്മീഷനായി അടിച്ചു മാറ്റാനാണ് കേന്ദ്ര പദ്ധതി അട്ടിമറിച്ച് സ്വന്തം നിലയിൽ നടപ്പാക്കുന്നതിന് പിന്നിലെ ഗൂഢലക്ഷ്യമെന്ന ആരോപണം ഉയർന്നിട്ടുണ്ട്. കേന്ദ്രം നിർദ്ദേശിക്കുന്ന ടോട്ടക്സ് മാതൃകയിൽ നടപ്പാക്കിയാൽ അതിനുള്ള സാധ്യത ഇല്ലാതാകും. മാത്രമല്ല, കരാർ ഏറ്റെടുക്കുന്നവർ പദ്ധതി പൂർത്തീകരിച്ച് കരാർ തുകയും വാങ്ങിപ്പോകുകയും ചെയ്യും. പിന്നീടുള്ള നടത്തിപ്പുകൾ ബോർഡിനാകും. കേന്ദ്ര പദ്ധതി പ്രകാരം നടപ്പിലാക്കുമ്പോൾ അതിനുള്ള സാങ്കേതിക പരിജ്ഞാനവും അനുഭവജ്ഞാനവും ഉള്ളവരാണ് കരാർ എടുത്ത് നടപ്പാക്കുക എന്നത് എടുത്തു പറയേണ്ടത് തന്നെയാണ്.